എടാ വിളിക്കണ്ട വിളിക്കേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വിളിച്ചോ ഇതിനെ തള്ളേ. ഫോൺ എടുക്കില്ല. ഒരു അത്യാവശ്യം വരുമ്പോൾ ഫോൺ എടുക്കൂല. ഇതാണ് അവിടെ സ്വഭാവം. അച്ഛനും അതുപോലെ തന്നെ വിളിച്ചാ ഫോൺ എടുക്കത്തില്ല. അച്ഛൻ ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ആ സന്തോഷ വാർത്ത കൊണ്ട് ഇപ്പൊ വരും അമ്മയിലെ ചേച്ചി. അടുത്തത് എടാ എനിക്ക് ഇതിന്റെ കൈ തരിക്കണ എടുക്കാനാണ്. ഇനി വേറെ അവിടെ ഒരു കാര്യം പറയാനിട്ടുണ്ട്. ഹലോ, തന്നോട് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലൊരു കാര്യം പറയാണ്. വീട്ടില് പുതിയൊരാള് വരുമ്പോഴത്തേക്കും ഈ അവസാനത്തെ ആളുടെ ഷോ ഇല്ലേ, അതൊക്കെ അങ്ങ് പോവും. ചുരുക്കം പറഞ്ഞ തന്റെ റാണികളേക്ക് അങ്ങ് മാറുന്നു കേട്ടോ. അച്ഛാ, എന്റെ സ്ഥാനം ഒരിക്കലും പോകത്തില്ലേ? ഒരിക്കലും പോകൂല. അതെ, ഇത്ര കൊച്ചു കുട്ടിയുടെ മനസ്സിന് തീ പോയിടുന്നത് കേട്ടോ. ഇപ്പഴേ എന്തത് മനസ്സുള്ളത് നിങ്ങളൊക്കെ? കൊച്ചുകുട്ടിയുടെ മുഖം കാണട്ടെ. എന്റെ അമ്മേ, മുഖത്തിന് എന്തോ കുഴപ്പം? ഈ ഒരു കുഴപ്പമില്ലേ? ചോദിച്ചു വാങ്ങിച്ചു. അമ്മയിലെ ചേച്ചി വന്ന്. ചേച്ചി ചേച്ചി ഓക്കെ അല്ലേ? അമ്മേ, ചേച്ചിക്ക് എങ്ങനെയുണ്ട്? എന്തെങ്ങനെയുണ്ടെന്ന് നീ വിളിച്ചിട്ട് ഫോണ് കാണുന്നത് എത്ര പ്രാവശ്യം വിളിച്ചടേ? ഓ സസ്പെൻസ്. കാർ അവിടെ ചെന്ന് വിട്ട് ഞങ്ങൾ അവിടെ നിങ്ങളുടെ ഓട്ടോയ്ക്കാ വന്നേ. ഓട്ടോ ജംഗ്ഷനിൽ ഇറങ്ങി ഓട്ടോയില്, പിന്നെ അവിടെ നിങ്ങളുടെ നടന്നു പോന്നു. ഇവക്ക് എന്തോ മേടിക്കാണ്ടായിരുന്നു. ഞാൻ മസാല ദോശ കഴിച്ചു. നിങ്ങൾക്കുള്ള മസാല ദോശ. ഇതൊക്കെ ഞാനാണ് വാങ്ങിച്ചത്. കാറിന്റെ പൈസ, ഓട്ടോയുടെ പൈസയൊക്കെ ഞാൻ തന്നെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പോയ കാര്യം എന്തായി അത് പറ. ഇല്ല, ഞാൻ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പടവലത്ത് വിളി. പിന്നെ നമ്മളെ പരിപാടി വിളിച്ച് പറ. ഇന്ന് വിളിച്ചു പറയാൻ ഇവൾക്ക് വയറിളൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നു. അതാ ചിക്കൻ 65 ചതിച്ചതാ. ഏത് ചിക്കൻ 65? നമ്മള് മിനിഞ്ഞാന്ന് മേടിച്ചില്ലേ ചിക്കൻ 65? മേടിച്ച്. അത് ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. എവിടെ? ഫ്രിഡ്ജില്. എന്നിട്ട് അത് ഞാൻ കഴിച്ച്. രാവിലെ അച്ഛൻ ചോദിച്ചപ്പോ ഞാൻ കള്ളം പറഞ്ഞു അതൊന്നും കഴിച്ചില്ലാന്ന്. അതുകൊണ്ടാണ് ആ ഫുഡ് പിടിച്ചില്ല, അതാ ഛർദിച്ചത്. ഒരു ഇഞ്ചക്ഷൻ എടുത്ത് 2-3 മരുന്ന് തന്നു. സംഭവം ഓക്കെ, ഒരു പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ ഓക്കെ. പിന്നെ അല്ലാണ്ട് വെറുതെ എന്റെ ഒരു ഹാഫ് ഡേ ലീവ് കളഞ്ഞു. അത് കുഴപ്പമില്ല. എന്തായാലും നിനക്ക് ഇപ്പൊ ഓക്കെ അല്ലല്ലോ, നീ റെസ്റ്റ് എടുക്കപ്പോ. ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ച റെസ്റ്റ് എടുക്കണ കാര്യം. എവിടെ എന്റെ ബെഡ്? പടക്കം പൊട്ടിക്കണത് ചിരിക്കണത് ഞാൻ കാര്യം പറയട്ടെ. ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ. അതെ, ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ. പക്ഷെ ഇതിന് ഇത് മാത്രമല്ലേ ഉള്ളൂ സമയം. എനിക്ക് ക്യാച്ചുണ്ടോ? ഹലോ, എന്താ ആസി? ചെലവാ അത് പറഞ്ഞു. അത് നടത്താന്ന് പറഞ്ഞില്ലടേ. അതിന്റെ പരിഹാരമാണ് നടത്താം. അല്ല പിന്നെ ശപിക്കണ പടാ. വല്ലാത്തൊരു വിഷമൊന്നുമില്ല. അത് ഞാൻ എല്ലാ ലക്ഷണവും കറക്റ്റ് ആയിരുന്നു. എന്ത് പറ്റി? ബാലു ഇതൊന്നുമല്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കിയായിരുന്നു. അപ്പം അവള് പറഞ്ഞ വേറെ വിധത്തില്ല. അവള് പറയാണ്, സിദ്ധൂരിപ്പോൾ വീട് വെച്ചില്ലേ, അതിനടുത്തിൽ കുറച്ച് കടങ്ങളുണ്ട്. 19 ലക്ഷം രൂപ കടമുണ്ട്. അതെന്തായാലും തീരുമ്പോൾ 2 വർഷം കഴിയും. അത് കഴിഞ്ഞിട്ട് അവർ കുട്ടികളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുള്ളെന്ന്. നമ്മളെപ്പോലെ ഒന്നും അല്ല അവര്. ഒരു കണക്കിന് നല്ല കാര്യം തന്നെയേ. നമ്മളെ കുടുംബത്തില് ഓരോന്ന് ജനിച്ച് തലയെടുക്കുമ്പോഴും അടുത്ത തൊട്ടിട്ട് കിടക്കണം. അതൊന്ന് കാണാനൊരു സന്തോഷവും തൃപ്തിയൊക്കെ. അതൊക്കെ ശരി തന്നെയാണ്. എനിക്കിപ്പോഴേ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ഞാൻ പോയിട്ട് വരാം. വാ. എന്ത്? വാ. എന്താ ഇത്? വാ. പറഞ്ഞോ, എനിക്ക് കേൾക്കാമല്ലോ. നീലുവേ, എന്തായാലും 2 വർഷം കഴിയും അവർക്ക് പിള്ളേരുണ്ടാവാൻ. അതുപോലെ നമ്മളിങ്ങനെ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. ഇപ്പം എന്ത് ചെയ്യാനാണ് ഇപ്പം? ഞാൻ പറഞ്ഞതേ, നമ്മളൊന്ന് ശ്രമിച്ച
അയ്യേ പോകളാ ഓടന്ന്